ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മൊഴിഞ്ഞ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ബൗളിലോട്ട് ഒരു വലിയൊരു സവാള ഉണ്ടല്ലോ, ഒരു വലിയ സവാള നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളത് അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. എനിക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞ ശേഷം, പുഴുങ്ങിയെടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് തൊലി ഒക്കെ കളഞ്ഞ ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വെള്ളത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടത്. ഗ്രേറ്റ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഇനി അടുത്തതിലോട്ട് വേണ്ടതാണ് കുറച്ച് കറിവേപ്പില കൂടെ ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും, അടുത്തായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഒന്ന് ചേർത്തെടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിലോട്ട് അരിപ്പൊടിയാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. വറുക്കാത്തതിന് കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ അരിപ്പൊടിയും കൂടി ഒന്ന് കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഞരടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ബാക്കി വെള്ളം ചേർത്തിട്ട് കൊടുത്താൽ മതിയേ. വെള്ളം കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിനടുത്താണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു മാവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഏകദേശം നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാവുണ്ടല്ലോ, അതിന് കുറേശ്ശായിട്ട് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ടാണ് എണ്ണയിലോട്ട് നട്ട് കൊടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഓരോന്നായിട്ടിലോട്ട് നെറ്റിട്ട് കൊടുക്കുക. ഒരു ഭാഗം നല്ലപ്പോഴും ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് മുരിഞ്ഞിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ഭാഗം നല്ലപ്പോഴും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ ബാക്കിയെല്ലാം അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലൊക്കെ സാധാരണയുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.